അസ്സലാമലൈക്കും അല്ലാഹു ശൈത്താൻ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ റബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് മിൻ ശർരി ഗാസിഖിൻ നഫാസാത്തി ഫിൽ ഉഖദ് മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ റബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ നാസ് الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم تبت يدا أبي لهب وتب نارا ذات لهب وامرأته في جيدها حبل من مسد بسم الله الرحمن الرحيم ألهاكم التكاثر تكاثر المكابر كلا سوف تعلم ثم كلا سوف تعلم كلا لو ذمك يترون الجحيم ثم لترون الجحيم ثم لتصلون يعني النعيم ولجني برمغارون يعني غير نظيم يا ربي أمر ستائر الشاوي ഇത് കേൾക്കുന്ന എല്ലാ ഇതര മോമിനാത്തുകളും ഇതര മസ്തരും അള്ളാഹുവിനോട് പ്രധാനമായി പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കാരണം വലിയൊരു വലിയൊരു അപകടം വരാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാ ഇതര മസ്തരും മോമിനാത്തുകളും മുസ്ലിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. മുസ്ലിം സമുദായത്തിൻ്റെ മാത്രമല്ല, ഇതിൽ നിന്ന് എല്ലാ ഇതര മതസ്ഥർക്കും വരുന്ന ആപത്തുകളാണ്. ഇപ്പോൾ ഒരു വാർത്ത അറിഞ്ഞു. ഇന്നലെ രാത്രി അജ്മീർ പള്ളിയുടെ ഒരു ശിവൻ്റെ അമ്പലമാണ്, അത് അളക്കാൻ ഓർഡർ കൊടുത്തു എന്നുള്ളത്. റഹ്മാനായ റബ്ബെ, അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ 1499 മക്ബറ പൊളിച്ചുകൊണ്ട് 1500 മക്ബറയാവാൻ തയ്ക്കാൻ വേണ്ടി അജ്മീർ ഹോജാ മുഹമ്മദ് സല്ലാഹുസിൻ്റെ അതിർത്തി വന്നുകൊണ്ട് 3 സലാം പറഞ്ഞുകൊണ്ട് ഓർഡർ ഇട്ടു. അന്നത് പൊളിക്കാതെ പോയി എങ്കിൽ ആ ഹോജാ മുഹമ്മദ് സല്ലാഹുസിസാണ് അവിടെ കിടക്കുന്നതെന്നുള്ളത് ഈ ഭാവിയായ എനിക്ക് നല്ല പൂർണ്ണ ഉറപ്പുണ്ട്. ആയതുകൊണ്ട് അള്ളാഹുവാണ് മദീനയിൽ നിന്ന് 14-ാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ ഉമ്മത്തീങ്ങൾ മുനാത്തുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അജ്മീർ ഹോജാ മുഹമ്മദ് സല്ലാഹുസിനെ വിട്ടത്. അതും ഔസുല്ലാഹ് അബ്ദുൽ ഖാദിർ ജിലാനി സല്ലാഹുസുല്ലാസീസും അഹമ്മദ് കബി ഇരിഫാൻ ഷഹീദ് സല്ലാഹുസുല്ലാസീസും എല്ലാവരും ഹയാത്തോടുകൂടി ആ മെഹദിമാലയിൽ പറയുന്ന പോലെ എല്ലാവരുടെ തോൾക്കും മേലേൻ കാല് എന്നവർ എന്ന ആ ബെയ്ത്ത് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുന്നു. ആ കാല് വെച്ച് എല്ലാവരും ആശീർവാദം കൊടുക്കുന്ന സമയത്താണ് ഹജാ മുഹമ്മദ് സല്ലാഹുസുല്ലാസീസ് ഔസുല്ലാഹ്മൻ്റെ അതിർത്ത് എത്തുകയും അവിടെ ആദ്യമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിക്കൊണ്ട് ഔസുല്ലാഹ് അബ്ദുൽ ഖാദിർ ജിലാനി സല്ലാഹുസുല്ലാസീസിനെ ഹജാ മുഹമ്മദ് സല്ലാഹുസുല്ലാസീസ് വരുന്നുണ്ട് എന്നുള്ള ഓർഡർ കൊടുക്കുകയും അവിടുന്ന് അതിനുള്ള എല്ലാ ഒത്താശയോടുകൂടിയാണ് അജ്മീർ ഹോജാ മുഹമ്മദ് സല്ലാഹുസുല്ലാസീസിനെ അജ്മീറിലേക്ക് അയച്ചത്. ആ ഹജാ മുഹമ്മദ് സല്ലാഹുസുല്ലാസീസാണ് അവിടെ കിടക്കുന്ന ഇന്ത്യയുടെ എല്ലാ മുനാത്തുകളുടെയും എല്ലാ ഇതരസ്ഥ മതസ്ഥരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും തീർക്കുന്ന ഹജാ മുഹമ്മദ് സല്ലാഹുസുല്ലാസീസിൻ്റെ അതിർത്തി ചെന്നുകൊണ്ടാണ് ഇപ്പോൾ ഭരണാധികാരികൾ ഭരണത്തിൽ കയറിയിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ ആ പ്രതിഫലം അവിടെ നിന്ന് കാണിച്ചു തരണമെന്ന് അള്ളാഹുവിനോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ മുനാത്തുകളും അള്ളാഹുവിനോട് പ്രത്യേകമായി ഒരേ സമയത്തും ദുആ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. പഠിച്ചവനെ റഹ്മായ റബ്ബെ, റബ്ബിൽ സത്തായ രക്ഷാവെ, ഖുർആൻ്റെ അമ്മയായിരിക്കുന്ന ഫാത്തിഹ സൂറത്തും ഖുർആൻ്റെ അപ്പയും മക്കളുമായിരിക്കുന്ന സൂറത്തുകളും അതേപോലെ തന്നെ അബ്ദുൽ ഹബീം റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്താഫായിരിക്കുന്ന അബൂല പിന്നെ നഷ്ടപ്പെടുത്തിയ അതേ സൂറത്തും അതേപോലെ തന്നെ അള്ളാഹുവെ ലാസ്റ്റ് ഓതിയ സൂറത്ത് അള്ളാഹുവേ റഹ്മായ റബ്ബെ, എല്ലാറ്റിനും കഴിവ് കൊടുക്കുന്നത് അള്ളയാണെന്നും അള്ളാഹ് തന്നെ ചോദ്യം ചെയ്യുമെന്നും ഖബറിൽ വെച്ചാണ് ചോദ്യം ചെയ്യുക എന്നുള്ള സൂറത്താണ് ലാസ്റ്റ് അവസാനിപ്പിച്ചത്. റബ്ബെ, ആ സൂറത്തിൻ്റെ മഹാത്മ്യം ഖബറിലല്ല, ഇന്ന് വേണ്ട ദുനിയാവിലാണ് റബ്ബെ. ആയതുകൊണ്ട് റബ്ബേ, റഹ്മായ റബ്ബേ, ഇന്ത്യയുടെ ജനങ്ങളുടെ എല്ലാം ആശ്രയമായിരിക്കുന്ന ആ സ്ഥലം കാത്തുരക്ഷിക്കേണ്ട ചുമതല റഹ്മായ റബ്ബിൻ്റെയാണ്. റബ്ബ് കാത്തുരക്ഷിക്കണമെന്ന് അള്ളാഹുവിനോട്
ചെയ്യുകയാണ്. പഠിച്ചവൻ അർഹമായ രക്ഷിതാവ്. ഏത് കേൾക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരും പറയുന്നതിനേക്കും അല്ലാഹുവേ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി സത്തോടുകൂടി അഫിയത്തോടുകൂടി വർഗത്തോടുകൂടി നടക്കുവാൻ തൗഫീഖും ആരോഗ്യം പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, രോഗങ്ങൾ കൊണ്ട് കഴിയുന്നവരാണ് റബ്ബേ. അജോമഹിനുദ്ദീൻ സീസിൻ്റെ അകാലത്തിൽ ചെന്നുകൊണ്ട് സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ തൽക്ഷണം ആ സങ്കടം അവിടെ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിന് ശിഫ നൽകുന്നവരാണ് റബ്ബേ. റബ്ബാണ് ശിഫ നൽകുന്നതിന് അതിനു വേണ്ടിയാണ് അജോമഹിനുദ്ദീൻ സീസിനെ അവിടെ ഇറക്കിയത്. അല്ലാഹുവേ അഹമ്മദ് കബീർ ഷെഹിൻ്റെ മാസം അവസാനത്തെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച പിറന്ന സമയമാണ് റബ്ബേ. റബ്ബിനോട് ഉയർത്തിയ കൈകൾക്ക് ഹക്കായ ഉത്തരം നൽകണേയുള്ളോ. പാവികളായ ഉമ്മത്തീങ്ങളുള്ളാഹുവെ, മുസ്ലിം സമുദായത്തിന് മാത്രമല്ല അല്ലാഹുവേ ഞാൻ ചോദിക്കുന്നത് അല്ലാഹുവേ, ഇന്ത്യയിലുള്ള മുനാട്ടുകളെ ഇതര മസ്തരെ എല്ലാവർക്കും വേണ്ടിയാണ് അല്ലാഹുവേ അഭയം ചോദിക്കുന്നു റബ്ബേ. കാത്ത് രക്ഷിക്കണേയുള്ളോ. അല്ലാഹുവേ ഇതിന് ഓർഡർ കൊടുത്തവർക്ക് പവർ കൊടുത്ത് അല്ലാഹുവാണെങ്കിൽ അല്ലാഹുവെ പവറിനെ നശിപ്പിക്കാം. ഏത് രൂപത്തിലാണ് നശിപ്പിക്കാൻ പറ്റുന്നതെങ്കിൽ അതിന് കഴിവുള്ളാക്കാണ്. ഏതാണ് വേണ്ടതെങ്കിലല്ലോ അത് സ്വീകരിക്കണേയുള്ളോ. പാവികളായ ഉമ്മത്തീങ്ങളെ രക്ഷപ്പെടുത്തണേയുള്ളോ. അല്ലാഹുവെ പാവികളായ ഉമ്മത്തീങ്ങളെ രക്ഷപ്പെടുത്തണേയുള്ളോ. അല്ലാഹുവെ ഇതിൻ്റെ പേരിലൊരു കലാപം ഉണ്ടാക്കല്ലേ ഉള്ളൂ. അല്ലാഹുവേ പാവികളായ ഇതര അവസ്ഥകളുണ്ട് റബ്ബി. മുനാത്തുകൾ ഉമ്മത്തീങ്ങൾ അബീബായ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ ഇസ്രായേൽ പിടിക്കുന്ന സമയത്തും അല്ലാഹുവേ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടിയാണ് അല്ലാഹുവേ അല്ലാഹുവിലേക്ക് കരം ഉയർത്തിയിരിക്കുന്നത്. ചോദിക്കാൻ കഴിവുള്ളവനല്ല അല്ലാഹുവേ. പാവിയാണ് ചോദിക്കുന്ന ഉത്തരം നൽകണേയുള്ളോ. പാവികളായ ഉമ്മത്തീങ്ങളെ രക്ഷപ്പെടുത്തണേയുള്ളോ. ജാതിയെ നോക്കിയിട്ടല്ലോ അല്ലാഹുവേ, മുസ്ലിമിനെ നോക്കിയിട്ടല്ലോ അല്ലാഹുവേ ഉമ്മത്തീങ്ങളാണ്. അല്ലാഹുവേ ഉമ്മത്തീങ്ങളാണ് ആവശ്യമില്ലാതെ കണ്ടുകൊണ്ട് മരണപ്പെട്ടു പോകുന്നു റബ്ബി. ഒരു കാത്ത് രക്ഷിക്കണേയുള്ളോ. അല്ലാഹുവേ ഇതിൻ്റെ മുകളിലൊരു പ്രശ്നം വരാതെ കണ്ടുകൊണ്ട് ഉമ്മത്തീങ്ങൾക്ക് അന്തസ്സോടുകൂടി ജീവിക്കുവാനുള്ള നാടാക്കി നൽകണേയുള്ളോ. അല്ലാഹുവേ പാവിയാണ് ചോദിക്കുന്നത് അല്ലാഹുവേ. ഓതിയ സൂറത്തുകളുടെ അർത്ഥം അറിയുന്ന റബ്ബി. അതിൻ്റെ അർത്ഥം അതേപോലെ തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണേയുള്ളോ. അല്ലാഹുവേ നാളെ ഖബറിലല്ല ദുനിയാവിൽ വേണ്ട ദുനിയാവിൽ ചോദിച്ചും കൊണ്ട് ഉത്തരം നൽകണേയുള്ളോ. അല്ലാഹുവേ പാവികളായ ഉമ്മത്തീങ്ങൾ ഉമ്മ പെങ്ങന്മാർ ജ്യേഷ്ഠന്മാർ എല്ലാവരുമാണ് അല്ലാഹുവേ തമ്മിൽ തല്ലിക്കുന്ന രൂപത്തിലുള്ള ഭരണകൂടം വരുത്തല്ലേ ഉള്ളോ. അല്ലാഹുവേ അതിനെ അട്ടിമറിക്കണേയുള്ളോ. അല്ലാഹുവേ ഇതിനെ കേട്ടിരുത്തി അല്ലാഹുവാണെങ്കിൽ അട്ടിമറിക്കാൻ കഴിവും അല്ലാഹുവിനാണ് അല്ലാഹുവേ. അല്ലാഹുവേ ജനങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ഭരണകൂടത്തെ രൂപത്തിലാക്കേണ്ടത് എങ്കിലും അല്ലാഹുവോട് ജയിച്ചതുപോലെ ജയിച്ചുകൊണ്ട് ഉമ്മത്തീങ്ങളെ രക്ഷപ്പെടുത്തണേയുള്ളോ. അല്ലാഹുവേ ഈ അനായാതെ ഉമ്മത്തീങ്ങളുണ്ട് റബ്ബി. എല്ലാവരെയും ഒരേപോലെ കാത്തുരക്ഷിക്കണേയുള്ള പാവകളാണ് അല്ലാഹുവേ. ഉമ്മത്തീങ്ങളെ കാക്കേണ്ടത് അല്ലാഹുവാണ്. റൂഹിനെ തന്ന അല്ലാഹുവാണ്. തടിമ രോഗം എല്ലാം തന്ന അല്ലാഹുവാണെങ്കിൽ അല്ലാഹു കാത്തുരക്ഷിക്കണേയുള്ള അല്ലാഹുവേ. പാവിയാണ് ചോദിക്കുന്നു റബ്ബേ. കഴിവുള്ളവനല്ല അല്ലാഹുവേ. എൻ്റെ ജീവിതത്തിന് എൻ്റെ കുടുംബത്തെ ജീവിതത്തിന് വേണ്ടിയല്ല അല്ലാഹുവിനോട് അല്ലാഹുവേ ചോദിക്കുന്നത്. അള്ളവരുടെ ചമ്മത്തിങ്ങൾക്ക് അല്ലാഹുവേ. മുനാത്തുകൾക്ക് പാവികളായ പിഞ്ചുമക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ്. ഉമ്മ പെങ്ങമ്മ ജ്യേഷ്ഠന്മാർ എല്ലാവർക്കും വേണ്ടിയാണ് അല്ലാഹുവേ ദുആ സ്വീകരിക്കണേയുള്ള അല്ലാഹുവേ. പാവികളായവരെയും ഞങ്ങളെയും കാത്തു രക്ഷിക്കണേയുള്ള റബ്ബനാഥന ഉദ്യാസന വ്യത്യാസനത്തെ മകനാഥ ബന്നാറബനാഥന ഉദ്യാസനത്തെ വ്യത്യാസനത്തെ മകനാഥ ബന്നാറബനാഥന ഉദ്യാസന വ്യത്യാസനത്തെ മകനാഥ ബന്നാറബനാഥന ഉദ്യാസനത്തെ വ്യത്യാസനത്തെ മകനാഥ ബന്നാറബനാഥന ഉദ്യാസനത്തെ സനത്തെ മകനാഥ ബന്നാറബനാഥന ഉദ്യാസനത്തെ വ്യത്യാസനത്തെ മകനാഥ ബന്നാറബനാഥന ഉദ്യാസനത്തെ മകനാഥ ബന്നാറബനാഥന ഉദ്യാസനത്തെ വ്യത്യാസനത്തെ മകനാഥ ബന്നാറബനാഥന ഉദ്യാസനത്തെ സനത്തെ മകനാഥ ബന്നാറബനാഥന ഉദ്യാസനത്തെ വ്യത്യാസനത്തെ മകനാഥ ബന്നാറബനാഥന ഉദ്യാസനത്തെ
حسنة وقنا عذاب النار صلى الله عليه وسلم 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 صلى الله عليه صلى الله على سيدنا يا رب صل عليه وسلم اللهم صل على سيدنا يا رب صل عليه وسلم صلى الله على سيدنا محمد وعلى آله البيت وسلم السلام عليكم يا